എന്റെ കാഴ്ചപ്പാടിൽ ഇപ്പൊ ഞാൻ എന്റെ ബന്ധുക്കളിൽപ്പെട്ട പല ആൾക്കാർ കറുത്ത ആൾക്കാരുണ്ട്, ഒന്നും നമുക്ക് മാറ്റർ ഒന്നും അല്ല. പക്ഷെ എന്റെ കൂടെ അഭിനയിക്കാൻ തന്നെ ആൾക്കാരൊക്കെ ഇവന്റെ നിറവോണായി പോയി. പിന്നെ ഞാൻ മോളത്ത് മുറിയിൽ കൊടുത്തു, ഒരു ഉപയോഗിച്ചു. പോകാൻ കാലത്ത് ബാത്റൂം നോക്കിയപ്പോ ചില കാഴ്ചകൾ കണ്ടു. വിവാദം വന്നപ്പോ ഞാൻ പറഞ്ഞു, പെരേര തെറ്റുകാരനാണെങ്കിൽ ഞാൻ അവന്റെ ഭാഗത്ത് നിൽക്കില്ല. മനസ്സിലായോ? ഇവരുടെ അടിയുണ്ടാക്കിട്ട് ഇത്ര വിവാദം ഉണ്ടാക്കിയിട്ട് പിന്നെ അവർ കൂടെ ഇവൻ കറങ്ങാനും എടുക്കാനും പോയി. അപ്പൊ ഞങ്ങൾ ആരാ കണ്ട മീഡിയക്കാരെ കണ്ടപ്പോ അവർ കൂടെ കാറെ കയറി ഒറ്റ പോക്ക്. ഞാൻ പറഞ്ഞ ഞാൻ അങ്ങനെ വരും, നിനക്ക് 500 രൂപന്നില്ലേ, നീ വേറെ കയറി വരാൻ. അത് എനിക്ക് ഗുണമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഹിദ് ഡയറക്ടർ പറഞ്ഞു നാളെ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സീൻ ഇല്ലാത്ത ഒന്നല്ല 2-3 സീൻ ആഡ് ചെയ്തു. ഉടനെ ഇപ്പം വിളിച്ചിട്ട് പറയാം, ബ്രൈറ്റിനെ എന്തിനാ അഭിനയിപ്പിച്ച്, ബ്രൈറ്റിന് എന്താ വേഷം കൊടുത്ത്, ബ്രൈറ്റിന്റെ സീൻ മൊത്തം കട്ട് ചെയ്തു. കിട്ടി 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 അല്ലല്ല ഞാൻ പറയട്ടെ, റിയ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഇന്ന് 1500 പേരിൽ ഒരാളായിട്ട് അഭിനയിച്ച റീനെ പിടിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവന്ന് ഇവനെയും ഇത്രയും വൈറലാക്കി കത്തിച്ചത് ഞാനായിരുന്നു ഒരു സമയത്ത് ഫീൽഡ് ഔട്ട് ആറാഞ്ഞത്. എന്നിട്ട് ഇവനെ നായകനാക്കിയിട്ട് ഒരു സാധനം ചെയ്ത് വിനീതേട്ടനും ചെയ്ത് ഒരു നന്ദിയില്ല. എന്നിട്ട് നമ്മളെ കൂടെ സൗഹൃദം കൊണ്ട് എപ്പോഴും വിഷയത്തിലേക്ക് വരാം, വർക്കിലേക്ക് വരാം. കുറ്റം പറയല്ലേ, വർക്കിലേക്ക് വരും. പിന്നെ എല്ലാരും എല്ലാം പറയുന്നത് ബ്രൈറ്റ് ഫിലിം മേക്കിംഗ് ഒന്നും അറിയില്ല. പുള്ളി അറിയണ്ട, പുള്ളി ആധുനിക കമല എനിക്ക് വലിയ സംഭവം ഞാൻ ഓപ്പണായിട്ട് കാര്യം പറയും. പെരേര വിവാദം വന്നപ്പോ ഞാൻ പറഞ്ഞു, പെരേര തെറ്റുകാരനാണെങ്കിൽ ഞാൻ അവന്റെ ഭാഗത്ത് നിൽക്കില്ല. മനസ്സിലായോ? ഇവരുടെ അടിയുണ്ടാക്കിട്ട് ഇത്ര വിവാദം ഉണ്ടാക്കിയിട്ട് പിന്നെ അവർ കൂടെ ഇവൻ കറങ്ങാനും എടുക്കാനും പോയി. അപ്പൊ ഞങ്ങൾ ആരാ ഫുഡ് ശരിയായില്ല. അല്ല ബിസ്റ്റുടെ ഫുഡ് ഇഷ്ടപ്പെട്ടില്ല, ഫുഡ് ശരിയായില്ല. അധികം താമസിക്കാതെ ബിസ്റ്റുടെ വിവാഹം ഉണ്ടാവും, കല്യാണം കഴിക്കും. ഞാൻ കഴിക്കില്ല. വിഷ്ണു കൊച്ചിക്കാരന്റെ ഭാര്യ കാമുകെല്ലാം സിനിമയാണ്. ഇയാളുടെ ഭാര്യയും കാമുകിയും എല്ലാം സിനിമയാണ്. അപ്പൊ ഞങ്ങൾ എന്തോ കഴിഞ്ഞ ദിവസം ആഘോഷത്തില് ഞാൻ വിഷ്ണു കൊച്ചിക്കാരനോ ബർത്ത്ഡേക്ക് ഇന്നലെ എന്നെ പ്രിയദർശൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പ്രിയദർശനോട് സംസാരിച്ചു, നാദർശയോട് സംസാരിച്ചു, വിഷ്ണു സംസാരിച്ചു, ദിവ്യാബിയോട് സംസാരിച്ചു, അനാർക്കലി ബർഗറോട് സംസാരിച്ചു. ഒരുപാട് പേരോട് അങ്ങോട്ട് അറിയാമല്ലോ. പുള്ളിയെ വിളിച്ച 2 പേരുള്ളൂ. ഒന്ന് രതീഷ് ഏട്ടൻ, ആക്ടർ രതീഷ് ഏട്ടൻ. ഇതിന് മണ്ടമോ തമാശയല്ലേ? അന്ന പൊട്ടലും ഞാൻ മണ്ടരും. ഞാൻ മണ്ടല്ലെങ്കിലും പൊട്ടറാണ്, അതെല്ലാവർക്കും അറിയണല്ലേ. വേറെ സാർ പറഞ്ഞു ഞാനിപ്പോൾ അല്ല വിഷ് ഹാപ്പി ബർത്ത്ഡേ, ഞാൻ ഇപ്പോൾ ക്രിക്കറ്റ് ടീമിന്റെ ഓപ്ഷൻ നിൽക്കുക. ഞാൻ എന്റെ ബർത്ത്ഡേ കഴിയുമ്പോ പുള്ളി ബർത്ത്ഡേ എനിക്ക് വെച്ച് തരും. പ്രിയദർശൻ എന്നോട് പറഞ്ഞു വന്നാ. അങ്ങനെ ഒരുപാട് പേര്, എനിക്ക് ഒരുപാട് കോൺടാക്ട്സ് ഉണ്ട്. സിനിമ ഫീൽഡായിട്ട് ഒരുപാട് കോൺടാക്ട്സ് ഉണ്ട്. എല്ലാവർക്കും എന്നെ അറിയാമല്ലോ. അങ്ങനെ അടി ഉണ്ടായി. അറിയില്ല.
ഒരു ഗിഫ്റ്റ് ആയിട്ട് വന്നത് ഓക്കെ പെരേരയാണ്. ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അവിടെ എത്ര പേരുണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്യാനായിട്ട്? ഞാൻ പറയട്ടെ, എത്ര പേരുണ്ടായിരുന്നു അവിടെ? ഒരു 20 പേരുണ്ടായിരുന്നു. ഈ മീഡിയക്കാരടക്കം ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. ആരിടപെട്ടു? വിഷ്ണു കൊച്ചിമാരെ മാത്രമേ ഇടപെട്ടുള്ളൂ. വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അല്ലെ, ഈ വിഷു കൊച്ചിക്കാരൻ മീൻ പഠിക്കാറുണ്ട്, ഗുണ്ടയാണെന്ന. പക്ഷെ ഇതുവരെ എവിടെ അടി കണ്ടിട്ട് ആദ്യം മുക്കുന്നത് പുള്ളിയാണ്. അതല്ല, വിഷ്ണു പെരേരക്ക് വേണ്ടി ഇടി കൊണ്ടിട്ടുണ്ട്. ഒരു ദിവസം പെരേര പറഞ്ഞൊരു വാചകം കൊണ്ട് എനിക്ക് വേണ്ടി ഇടിച്ചോ, പക്ഷെ കേസ് വന്ന് നീ അങ്ങ് ഏറ്റവും അല്ല. ഞാൻ പറയുന്ന ഒരുത്തന് വേണ്ടി എങ്ങനെ അവൻ ഇടിക്കും? ഞാൻ ഇന്നലെ ഈ വഴക്ക് ഒഴിവാക്കാൻ ഇങ്ങനെ വിട്ടതാണ്. ഇങ്ങനെ ഒന്നും ചെയ്തില്ല. നിർത്തണ്ട, അയാൾ വിളിച്ച് ഇവിടെ തോണ്ടി ചെയ്തില്ല. എന്നെ എത്ര പേര് വിളിച്ചറിയോ? വേറെ അവൻ കിട്ടേണ്ട എല്ലായിരുന്നു. അല്ല, ആറാട്ടം ഇന്നലെ കാണിച്ചത് അറിയോ? ഇവ പോകുന്നതിന് മുന്നേ ഞാൻ പറയട്ടെ കുറച്ച് ഒരു 2 തെറ്റിദ്ധാരണ പുറത്താ സംഭവിച്ചത്. കാരണം ഞാൻ പറഞ്ഞ കുറച്ച് വർണ്ണ വിജയം അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വന്നിരുന്നു. അത് മീഡിയക്കാർ ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്റെ ഒരു പൊട്ടത്തിന് പറഞ്ഞു പോലെ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരമുണ്ട്. അപ്പൊ എന്റെ കാഴ്ചപ്പാടിൽ ഇപ്പൊ ഞാൻ എന്റെ ബന്ധുക്കളിൽപ്പെട്ട പല ആൾക്കാർക്ക് കറുത്ത ആൾക്കാരുണ്ട്. ഒന്നും നമുക്ക് മാറ്റർ ഒന്നും അല്ല. പക്ഷെ എന്റെ കൂടെ അഭിനയിക്കാൻ വന്ന ആൾക്കാരൊക്കെ ഇവന്റെ നിറവോണായി പോയി. പിന്നെ നമ്മള് എന്റെ കൂടെ അഭിനയിക്കാൻ വന്ന ആൾക്കാര് കറുത്ത ആൾക്കാരല്ല. അതുകൊണ്ട് നമ്മള് കറുത്ത ആൾക്കാരെ അഭിനയിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ വരുന്ന ആൾക്കാർ ഇതേപോലെ കുറെ എല്ലാവരും തന്നെ പേയ്മെന്റ് മേടിച്ചിട്ട് 1500 2500 മേടിച്ചിട്ടാണ് വരുന്നത് പലരും. മനസ്സിലായി? ഫ്രീ ആയിട്ട് ആരും വരില്ല. അഭിനയിക്കണമെന്ന് പറഞ്ഞിട്ടും പൈസ വാങ്ങാറുണ്ട്. എനിക്ക് പരാതിയില്ല. എന്റെ അപരനായ കാർത്തിക് രീതിയിൽ അഭിനയിപ്പിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ അഭിനയിപ്പിച്ചില്ല. അളിയൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ വേഷമുണ്ട്. ഞാൻ പറഞ്ഞ എന്തെങ്കിലും സീൻ ആഡ് ചെയ്യിപ്പിക്കുക. ഓക്കെ, 4 തവണ വിളിച്ച് 4 തവണ ഫോൺ എടുത്തും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് 11 മണി വരെ ഇന്റർവ്യൂ ഉണ്ട്. ശരി അളിയാ, നിങ്ങൾ വരാൻ പറ്റുമോ? എടാ, ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം. ശരി, ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ, ഗ്യാപ്പ് വരുമ്പോ വിളിക്കാന്ന് പറഞ്ഞു. പക്ഷെ വിട്ടുപോയി. പിന്നെ ഇവർക്ക് പറ്റിയ സീനും അതിനകത്തില്ലായിരുന്നു. അതാണ് സംഭവിച്ചത്. വേറെ ഇറങ്ങുമ്പോഴേ പറയത്തുള്ളൂ. ഞാൻ അതിപ്പം ഞാൻ പറയത്തില്ല, പലരും എനിക്കെതിരെ കളിക്കുന്നുണ്ട്. ഞാൻ പറയില്ല, റിയൻ ഇവനും കൂടെ വിളിച്ചു പറഞ്ഞില്ല ബ്രൈറ്റിനെ അഭിനയിക്കുന്നു. അത് പണ്ടല്ലേ, റിയ മാത്രമല്ല ചിഞ്ചു വരെ പറഞ്ഞായിരുന്നു. ചിഞ്ചു എന്താ പറഞ്ഞായിരുന്നു ബ്രൈറ്റ് ഉണ്ടെങ്കിൽ എന്നോട് എന്താ വൈരാഗ്യം? അതായത് ഞാൻ മോളത്ത് കൂടെ കൊടുത്തു, ഒരു ഉപയോഗിച്ചു. പോകാൻ കാലത്ത് ബാത്റൂം നോക്കിയപ്പോ ചില കാഴ്ചകൾ കണ്ടു. ഇവിടെ ഇല്ല, ഇത് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ടില്ല. അത് മറ്റേ പ്ലസ് ടാങ്ക് വർക്കാത്തോണ്ടായിരിക്കും. പ്ലസ് ടാങ്ക് വർക്കാത്തോണ്ടായിരിക്കും. പ്രൈവസി ആയിട്ടുള്ള പല കാര്യങ്ങളാണ് വിളിച്ചു പറയുന്നുണ്ട്. ചേട്ടൻ പറയുന്ന എല്ലാം ഞാൻ അംഗീകരിക്കത്തില്ല. ഞാൻ കണ്ടില്ല. എന്നിട്ട് പോയി കഴിയുമ്പോൾ വ്യത്യാസം നാളെ ആരെ തമ്പുരാൻ